എന്നുള്ളതാണ്. പിന്നെ ഏതെന്നാലും നമുക്ക് തേച്ച് ഒന്നും കൂടി ഇനി ആക്കാനുണ്ട്, ഒരു കുഴി കൂടി ആക്കാനുണ്ട്. അതാക്കിയിട്ട് നടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആക്കുന്നത് കാണിച്ചു തരാമല്ലോ. ഇതെന്ന് വെച്ചാൽ എനിക്കൊന്നാ നിങ്ങളോട് പറയാനെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ആരായാലും വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ പോവില്ല. പിന്നെ നമുക്ക് നിങ്ങൾ കാണുന്നതിനെക്കാട്ടിയും കഷ്ടമാണ്, കാണാത്തതിനെക്കാട്ടിയും കഷ്ടമാണ്. അതുകൊണ്ട് കാണുന്നവർ ഫുള്ളായിട്ട് കാണണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഈ സ്കിപ്പ് ചെയ്ത് കണ്ടുപോയാൽ സ്കിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് റെക്കമെൻഡേഷൻ പോവില്ല. നമ്മുടെ ആ വീഡിയോ പിന്നെ ഫ്രീസായി പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പറയാം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുത്തത്. എൻ്റെത് മാത്രമല്ല, ഈ യൂട്യൂബിലുള്ള എല്ലാവരുടെ വീഡിയോസ് കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനൊന്നും ഒരാളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതേപോലെ 2 കുഴിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ 3 ആക്കാനാണ് ഞാനിപ്പോൾ പരിപാടി ഇട്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടതാ. ഇതേപോലെ ഇതിൽ കുഴിയാക്കി വെക്കുക. കുഴിയാക്കിയിട്ട് ഇതിനകത്ത് നിറച്ചിട്ടാണ്, ഇതിനകത്ത് തകരിച്ചോറ് നിറച്ചിട്ടാണ് ഞാനിപ്പം നടുന്നത്. ഈ ഒരു രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നടുന്നത്. ഓരോരോ രീതിയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏത് തരത്തിൽ നട്ടാലാണ് നമുക്ക് ഇത് നന്നാകുന്നതും നട്ടതും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാനിത് നട്ട് കഴിഞ്ഞാൽ ഇന്ന പോലെയല്ല ഞാൻ ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരും. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ തക്കാളി ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവില്ല. എന്നാന്നറിയോ, നനവ് ഉണ്ടാവും എപ്പോ. അതുകൊണ്ട് അധികം വെള്ളം കൂടുതൽ വേണമെന്നില്ല നമുക്ക്. അതുകൊണ്ട് അതെല്ലാം ഒരു ഗുണമുണ്ടില്ലേ. പക്ഷെ ഇത് ആക്കണ്ടിക്കൽ ഒരുപാട് പണിയെടുക്കണം, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അങ്ങനെ ഇങ്ങനൊന്നും ആവില്ല. ഞാനിപ്പോൾ ഇതിപ്പോൾ 2 ആക്കുന്ന ഉച്ചക്കേ തുടങ്ങി. എനിക്ക് എന്നും ആയില്ല ആ 2. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ കുഴിയാക്കിയിട്ട് മുറിഞ്ഞു പോവാതെ തന്നെ കുഴിയാക്കി എടുക്കണ്ടേ. ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പിങ് എടുക്കണം. ആ കാമ്പിങ് എടുത്തിട്ട് വേണം കുഴിയാവണ്ടിക്കൽ. കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പം ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിങ്ങനെ മുറിച്ചെടുക്കും. ഇതേപോലെ മുറിച്ചെടുത്തിട്ടാണ് അടാനാക്കണം. ഇത് ആ കാമ്പ് തേച്ചും പോണം, ആ കാമ്പിങ് തേച്ചും കിട്ടണം. അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് നമുക്ക് അടത്തിയിട്ട് എടുക്കണം. ഇതേപോലെ ഇത് എടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ കാണുമ്പോൾ അല്ല, ഇതിന് പണി വരുത്തുന്നുണ്ട്. ഞാൻ കുറെ പീശാക്കത്തി കൊണ്ട് നോക്കി. പീശാക്കത്തി കൊണ്ട് അങ്ങനെ കുറച്ചെല്ലാം എടുക്കുന്നല്ലാണ്ട് കിട്ടുന്നില്ല. അത് വെച്ചാൽ ഒരേലില്ലല്ലോ. ഇതുപോലെ ഇത് ഇങ്ങനെ ആക്കി എടുക്കണം. ഇത് അതിന് പോളെ അടന്നു പോകാൻ പാടില്ല, മുറിഞ്ഞു പോകാൻ പാടില്ല. മുറിഞ്ഞു പോയാൽ പിന്നെ 2 കഷ്ണമായി പോകില്ല. അന്നേരം നമുക്ക് ഇതിന്റെ ഈ കുഴിയിൽ വെള്ളം നിൽക്കാനോ വളം കൊടുക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഇതിപ്പോ കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പം ഇതേപോലെ ചെയ്യും. ഇപ്പം കത്തി കൊണ്ടും ഇതേപോലെയാണ് ഇതുപോലെ ഇത് എടുത്തിട്ട് ഇനി നിങ്ങൾക്ക് ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യുന്നുള്ളത്. ഉണ്ടല്ലേ, ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചിനി. ഞാനില്ലെങ്കിൽ ഞാൻ ഇത് എടുത്തിട്ടേ നടന്ന് കാണിച്ചാൽ അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ, തിരിയണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉണ്ടല്ലേ, ഇതേപോലെ ഈ പോളിയെല്ലാം നമുക്ക് നല്ലതാ. ഇതെല്ലാം നമുക്ക് നടാലോ, ഒന്നും കളയാനില്ല. എന്നാലും തൽക്കാലം ഇതിൻ്റെ അകത്ത് അത്രയും വേണ്ട, ഇതിൻ്റെ അകത്ത് വേണ്ട. ഇത് തൽക്കാലം നമുക്ക് നടുവോ വേണ്ട. പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വെണ്ണ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എന്താ വേണ്ട പിന്നാന്ന്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഉണ്ടല്ലോ, ഇതേപോലെ ഉണ്ടല്ലേ, ഇതേപോലെയാണ് ആക്കേണ്ടത്. ഇതിപ്പോൾ ഇതേപോലെ ഞാൻ ഇങ്ങനത്തെ ഒരു ഉളി, നല്ലൊരു ഉളി ഉണ്ടായിരുന്നു. ആ ഉളി ഉണ്ടെങ്കിൽ നല്ല ശരിക്ക് വേഗം ആക്കി കിട്ടുവാനും. പക്ഷെ അത് ഇല്ല. ഈ പുറത്തെ പോള പൊളിഞ്ഞു പോകാനും പാടില്ല. പൊളിഞ്ഞു പോകാതെ കൊണ്ട് എടുക്കണം. അത് കിട്ടണ്ടിക്കില്ലാന്ന് പണി.
ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിടുക. എന്നിട്ട് നമ്മൾ ആ കുഴി നല്ല വൃത്തിയിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ഇത് പാട് പണിയാന്ന്, അതുകൊണ്ടാണ് ഞാൻ മെനക്കെടാണ്ട് നിന്നിന്. എന്നാലും ഒന്നത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അതിന്റെ കാമ്പ് ഇങ്ങോട്ട് കിട്ടണം. ഇതിന്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ, അതിങ്ങോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേഗം പിന്നെ എളുപ്പാ. അത് കിട്ടാനാണ് പണി. ഇതിങ്ങനെ മുറിച്ചിട്ട് എടുക്കേണ്ടത്. എന്നാ ഇത് ഇല ആയിക്കഴിഞ്ഞാലല്ല ഒന്നും തകരാറ് വരില്ല. പിന്നെ അധികം ഈർപ്പം വന്നിട്ട് ഉണങ്ങിപ്പോവില്ല. അങ്ങനെയെല്ലാം നല്ല നല്ല ഗുണങ്ങളുണ്ട് ഇതിൽ നട്ടിട്ട് കഴിഞ്ഞാല്. പക്ഷെ അതിപ്പം നടാനാക്കാനാണ് പണി. ഇതിപ്പോ ഇങ്ങനെ നട്ടിട്ട് ആക്കണ്ടെങ്കില് ഇപ്പൊ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം ആക്കാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് തൽക്കാലം അതാ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയില്ലല്ലോ എന്തായതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ കാണിക്കൂലേ? ഉണ്ടല്ലേ ഇതേപോലെ. ഇതേപോലെ തന്നെ ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കുക. ഉണ്ടല്ലോ ഇതേപോലെ. ഇതിപ്പോ ഇനിയിപ്പം നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം. ഇല ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ തട്ടിയിട്ട് മുറിക്കാം. പിന്നെ വേറെ രീതിയിലും നടാ. അത് ഇനി പോള പൊളിച്ചു വെച്ചിട്ട് വയ്യ കെട്ടി വെച്ചിട്ട് നടാൻ പറ്റും. പക്ഷെ കെട്ടി വെച്ചാൽ ഈ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ എടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോ വെച്ചാൽ ഒന്നും നമ്മൾ കെട്ടുമ്പോൾ ഒടുക്കും ഒന്നും വേണ്ട. കണ്ടില്ലേ ഇതേപോലെ. ഇപ്പം കണ്ടല്ലോ, ഇപ്പം കണ്ടില്ലേ? ഇതാ ഇതുപോലെ ഇതാ 3 എണ്ണം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഇതുപോലെ 3 എണ്ണം ഞാനിപ്പം കുഴിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? 3 കുഴി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഇതേപോലെ 3 കുഴി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു 3 തക്കാളി തൈ നടാം. അതിനാണ് ഇപ്പം എങ്ങനെയെല്ലാം നടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ തക്കാളി തൈ തക്കാളി തൈ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ ഞാനിപ്പോൾ പോട്ടി മിക്സ് ചെയ്ത് നടക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് പോട്ടി മിക്സ് ചെയ്ത് നടക്കാനാണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലപോലെ അങ്ങ് കുത്തി നിറച്ച് കൊടുക്കുക. കുത്തി നിറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് നടുക. അതേപോലെ ഇതിൻ്റെ അകത്ത് നിറക്കുക. കണ്ടില്ലേ? ഇതേപോലെ നിറക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് നട്ടു കൊടുക്കാം. ഈ ഒരു രീതി നമുക്ക് കണ്ടു നോക്കാലോ. ഇനി കണ്ടില്ലേ? ഇതേപോലെ ഞാൻ ഇനിയിപ്പോൾ ഇത് നടുന്നത് കണ്ട, ഇതിപ്പോൾ നടുന്നത് കണ്ട. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്ക് ആ കുയ്യിൻ്റെ അകത്ത് വിരൽ താത്തിട്ട് അങ്ങ് താത്ത് കൊടുക്കുന്നുണ്ടേ നട്ടത് കണ്ട. ഇതേപോലെ നമ്മൾ നട്ടു കൊടുക്കുക. കണ്ട നല്ലപോലെ അമർക്കണം. അമർന്നാൽ ഒരു പാടി അമരും. മേലെ കുഴി ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതിന് നടാം. നിങ്ങൾ കണ്ടല്ലോ, ഇത് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ എല്ലാ സൂത്രങ്ങളും നമ്മൾ പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാഗിന്റെ ലാഭം, വാട് വളവും ഇതും വേണ്ട, പല ലാഭങ്ങളും ഉണ്ട്. കുറച്ച് ചെറിയ പരിപാടി കൊണ്ട് കാര്യങ്ങൾ തീരും. നമുക്ക് എന്താ ഇതിന്റെ അനുഭവം ഉണ്ടാകുന്ന കൂടി നോക്കായിക്കല്ലോ. ഇങ്ങനെ നട്ടിട്ടേ നല്ല വിളവുണ്ടെങ്കിൽ ഇതുപോലെ നടാലോ കൃത്യമായിട്ട്.
നമുക്ക് നോക്കാലോ. കേട്ടോ, ഇതേപോലെ ഞാൻ ഇതിൽ 2 നടുന്നുണ്ട്. ചേച്ചി കുട്ടിയും കിട്ടട്ടെ. ആയതുകൊണ്ട് തായലോട് അത്രയും ഉയരമുണ്ട്. അത്രേ വേണ്ടു, ഉയരല്ല അത്രേ വേണ്ടു. ഇനിയിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ഇത് കുറേ ഇറങ്ങും. വെള്ളം ഒഴിക്കുമ്പോൾ കുറേ താവും. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേ. ഇതിപ്പം ഇന്നത്തിരി ഇത് കണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കണ്ടോ? ഇതുപോലെ നമ്മളൊന്ന് നോക്കി നോക്കാം. ഇതൊരു പുതിയ ഐറ്റമാണ്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ആരും ഇതുവരെ ഇങ്ങനൊരു പരീക്ഷണം കഴിച്ചിട്ടില്ല. കണ്ടല്ലോ, ഇതാണ് എൻ്റെ രീതി. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം